ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരമാകുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലൊക്കെ കാണുന്ന ഇതേപോലത്തെ കറുത്ത കരി പിടിച്ചിട്ടുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കി എടുക്കാനുള്ള ട്രിക്കാണ്. അപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ ഒന്ന് ഒരിച്ച് കഴുകിയാലൊന്നും ഇത് പോവില്ല. അപ്പോൾ നല്ലോണം തന്നെ പറ്റി പിടിച്ചിട്ടുള്ള കരികളാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ക്ലീൻ ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് ഉരച്ച് കഴിയാലൊന്നും പോവാത്ത കരിയാണ്. അപ്പോൾ ഞാൻ അത് പോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഹാർപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ആ കരിയുള്ള ഭാഗങ്ങളിൽ കുറച്ച് ഹാർപ്പിക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പാത്രത്തിൻ്റെ അടിഭാഗമൊക്കെ ഇതേപോലെ കരി പിടിച്ച് കിടക്കുമ്പോൾ അത് കാണാനൊന്നൊരു മെന ഉണ്ടാവില്ല, എന്തോ പോലെ ഉണ്ടാകും കാണാനൊക്കെ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ പോക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ സാൻഡ് പേപ്പർ വെച്ചിട്ടാണ് ഉരച്ച് കഴുകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ആയാലും മതി, പക്ഷേ കുറച്ചും കൂടി പെട്ടെന്ന് പോയി കിട്ടുക നമ്മുടെ ഈ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഉരച്ചെടുക്കുമ്പോൾ ആണ്. അപ്പോൾ നമ്മൾ ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ ഒരു കരിയൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 5 മിനിറ്റ് നമ്മൾ ഹാർപ്പിക്കൊക്കെ ഒഴിച്ചിട്ട് വെച്ചതിന് ശേഷം നമുക്ക് സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ നമുക്ക് സ്ക്രബ്ബറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈക്ക് ഗ്ലൗസ് ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാൻഡ് പേപ്പർ തന്നെ ഉപയോഗിച്ചിട്ട് ഉരച്ചെടുക്കാൻ ശ്രമിക്കുക. ആ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കരികളൊക്കെ പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനൽ കമ്പിയൊക്കെ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു പേപ്പറാണ് സാൻഡ് പേപ്പർ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കരികളൊക്കെ ഇളക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഹാർപ്പിക്കൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ കരികളൊക്കെ ഒന്ന് ഇളകി വരുന്നുമുണ്ട്. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ പാത്രത്തിൻ്റെ അടിഭാഗത്തുള്ള കരികളും നല്ല കറുത്ത കരി പിടിച്ച പാത്രങ്ങളായാലും നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒന്നാണല്ലോ ഹാർപ്പിക്ക്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്ര എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുവിധമൊക്കെ നന്നായിട്ട് ഉരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ചും കൂടി കരിയുള്ള ഭാഗങ്ങളിൽ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാർപ്പിക്കും സാൻഡ് പേപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കരി പിടിച്ച പാത്രവും എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കരി പിടിച്ച പാത്രവും ദിവസം ഓരോന്നൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാ പാത്രവും ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പറും ഹാർപ്പിക്കും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ അടിഭാഗത്ത് ഇതാ കുറേ കരികളൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ അടിയിൽ എഴുതിയിട്ടുള്ള പേരും സീലും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പാത്രത്തിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാർപ്പിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പാത്രത്തിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടിഭാഗം മാത്രമല്ല അലൂമിനിയം പാത്രം, നോൺ സ്റ്റിക്ക് പാന് ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
അതേപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും ഇതേപോലത്തെ ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.